പുതിയ കാലത്ത് പുതിയ പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങൾക്ക് പുതിയ പരിഹാരവും ഉണ്ടാകണം. ഇല്ലെങ്കിൽ പുതിയ സമരമുറകൾ കൊണ്ട് പരിഹാരം ഉണ്ടാക്കണം. അങ്ങനെയല്ലാതെ ഭരണത്തിലും സമരത്തിലും പഴഞ്ചൻ രീതികളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ ഭൂമികയിലെ ചരിത്ര മ്യൂസിയത്തിലേക്ക് പോകുന്നതും നാം കാണുന്നുണ്ടല്ലോ. ഇത്രയുമെല്ലാം തത്വം പറഞ്ഞതെന്തിനെന്നല്ലേ? ഒരു പുതിയ സമരനായകരെ പരിചയപ്പെടുത്താനാണ്. ആളെ പറയുന്നില്ല, അതൊരധിക പ്രസംഗമാകും. കണ്ടു തന്നെ മനസ്സിലാക്കുക. ആളെ മനസ്സിലായല്ലോ. അതെ, സജി മഞ്ഞക്കടമ്പൻ, യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന അധ്യക്ഷൻ. മലമ്പാമ്പിനോടും മലമ്പനിയോടും പടവെട്ടി മണ്ണിൽ പൊന്നുവിളയിച്ച കർഷക പാർട്ടിയുടെ യുവജന വിഭാഗം നേതാവ്. മലയായ മലയെല്ലാം വീതിച്ചെടുത്ത റിസോർട്ട് പണിയുന്നുവെന്ന എതിരാളികൾ ആരോപിക്കുന്ന കേരള കോൺഗ്രസിന്റെ യുവസിംഹം. മഞ്ഞക്കടമ്പൻ മഹാത്മ്യം ഇത്രയും വർണ്ണിച്ചതെന്തിനെന്നല്ലേ? സമരങ്ങളുടെ രീതിശാസ്ത്രം അടിക്കടി നവീകരിക്കുന്ന രാഷ്ട്രീയ നായകൻ എന്ന നിലയിലാണ്. അവിടെ തക്കാളി കഴിഞ്ഞ ദിവസം തക്കാളി വാങ്ങിക്കാൻ ചെന്നപ്പോൾ അനുഭവിച്ച 100 രൂപ തക്കാളിയുടെ വില, പച്ചക്കറിയുടെ മുഴുവൻ വില വർദ്ധിച്ചിരിക്കുന്നു. കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാനാവില്ല. ഇന്ന് കേരള യൂത്ത് ഫണ്ട് ഇവിടെ ചെയ്തിരിക്കുന്ന പ്രസ്ഥാന നേതൃത്വം ഞങ്ങൾ ചെയ്യുന്നത്, ഇവിടെ ഇന്ന് പ്രാചീന കാലത്ത് ആദിമ മനുഷ്യൻ ജീവിച്ചത് കിഴങ്ങ് വർഗ്ഗം കഴിച്ച, ഇന്ന് അരി വാങ്ങിച്ച് ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല. അരി വാങ്ങിച്ച് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ജനങ്ങൾ ഇനി കിഴങ്ങ് വർഗ്ഗത്തിലേക്ക് നീങ്ങണമെന്ന് മെസ്സേജ് കൊടുക്കുവാൻ, അല്ലെങ്കിൽ കേരള യൂത്ത് ഫണ്ട് കിഴങ്ങ് വർഗ്ഗം കഴിച്ച് ജനങ്ങൾ ജീവൻ രക്ഷിക്കണമെന്ന്, ജീവൻ സംരക്ഷിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഇനി ഞങ്ങളുടെ കിഴങ്ങ് വിതരണം, അല്ലെങ്കിൽ കിഴങ്ങ് ഇവിടെ ഞങ്ങൾ വിതരണം ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. വിലക്കയറ്റത്തിനെതിരെയാണ് മഞ്ഞക്കടമ്പന്റെ പുതിയ സമരമുറ. അരിയില്ലെങ്കിൽ കിഴങ്ങ് കഴിച്ച് ജീവിക്കാനാണ് മഞ്ഞക്കടമ്പന്റെ ആഹ്വാനം. മലയാളിയുടെ ഭക്ഷ്യശീലത്തിന് ബദൽ മാർഗങ്ങൾ ഇതിനു മുമ്പും രാഷ്ട്രീയ തമ്പുരാക്കന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓർക്കുന്നില്ലേ? ചോറില്ലെങ്കിൽ മുട്ടയും ഇറച്ചിയും കഴിക്കാൻ ഒരു മുൻ ഭക്ഷ്യമന്ത്രി പറഞ്ഞതാ. തീർന്നില്ല. പണ്ട്, അതായത് വളരെ പണ്ട്, തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ചേർന്ന മാമലനാട് ഐക്യ കേരളമായി രൂപം മാറുന്നതിന് തൊട്ടു പിന്നാലെ, തെരഞ്ഞെടുപ്പിലൂടെ ലോകത്തെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ, അന്ന് ഇതിന് സമാനമായ ഒരു മുദ്രാവാക്യം മലയാളികൾ കേട്ടിരുന്നു. അരിക്ഷാമം രൂക്ഷമാവുകയും വില കുതിച്ചു കയറുകയും ചെയ്ത സമയം. അരി എവിടെ, തുണി എവിടെ, പറയൂ പറയൂ നമ്പൂരി എന്ന EMS സർക്കാരിനെതിരെ തെരുവിൽ പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ച കാലം. അന്ന് അരിയില്ലെങ്കിൽ ജനങ്ങൾ മക്രോണി കഴിക്കട്ടെ എന്നായിരുന്നു ഭക്ഷ്യമന്ത്രിയായിരുന്ന KC ജോർജിന്റെ ആഹ്വാനം. ഇന്ന് മക്രോണിക്ക് പകരം മഞ്ഞക്കടമ്പൻ പറയുന്നത് കാട്ടുകിഴങ്ങ് കഴിക്കാനാണ്. പറഞ്ഞത് മഞ്ഞക്കടമ്പനല്ലേ, കഴിച്ചല്ലേ പറ്റൂ. തീർച്ചയായും കോഴിയിറച്ചിയുടെ വില കുറച്ചപ്പോൾ കേരളത്തിലെ വിലക്കയറ്റം തടഞ്ഞു, അത് നിയന്ത്രിച്ചു എന്നാണ് ഐസക് അഭിമാനപൂർവ്വം അവകാശപ്പെടുന്നത്. വാസ്തവത്തിലെ അതിരൂക്ഷമായ വിലയിടവില് നമുക്കറിയാം, പലപ്പോഴും ഗവൺമെന്റ് കമ്പോളത്തിൽ ഫലപ്രദമായി ഇടപെടാറുണ്ട്. കേട്ടല്ലോ. കമ്പോള ചലനങ്ങൾ പറയാൻ ഇപ്പാർട്ടിക്കാരെ പോലെ മറ്റാരാണുള്ളത്? രാഷ്ട്രീയ കമ്പോളത്തിൽ വിലപേശി എടുക്കാച്ചരക്കായ മാണിസാറിന്റെ ശിഷ്യന്മാർ. അവർ പറഞ്ഞാൽ ഏത് കമ്പോള വാർത്തയും കേട്ടേ മതിയാകൂ. ഇവിടെ സപ്ലൈകോ, മാവേലി സ്റ്റോർ, നീതി സ്റ്റോറുകൾ ഇതൊക്കെ തുറന്ന് വച്ചിട്ടുണ്ടെങ്കിലും അവിടെ നല്ല സാധനങ്ങള് ന്യായവിലയ്ക്ക് ലഭ്യമല്ല എന്നുള്ളതാണ് വസ്തുത, സത്യം. തീർച്ചയായും ഗവൺമെന്റ് അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണം. മന്ത്രിയുടെ പ്രഖ്യാപനങ്ങള് നിരന്തരം നമ്മൾ വായിച്ച് തൃപ്തി അടയുന്നു എന്നുള്ളതിനപ്പുറത്ത് ഒരു കാര്യം പോലും, ഒരു ചെറുവിരൽ പോലും ഫലപ്രദമായി ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് പ്രതിഷേധാർഹമാണ്. ഇത്തവണ സർക്കാരിനെ താഴെയിറക്കാൻ കപ്പയും കാന്താരിയുമായാണ് മഞ്ഞക്കടമ്പന്റെ വരവ്. സമരം പ്രതീകാത്മകമാണ്. വിലക്കയറ്റം അല്ലെങ്കിൽ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ ഇന്ന് ആത്മഹത്യയിലേക്ക് നയിക്കുന്നു. കേന്ദ്രം ഭരിക്കുന്ന BJP പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇവിടെ അച്ചാദിനുണ്ടാവും,
ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നതിന് വേണ്ടി പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒന്നും ശരിയായിട്ടില്ല. ഇവിടുത്തെ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാൻ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഭരണാധികാരികൾ അവർ കണ്ണടച്ചിരുട്ടാക്കുന്നു. അവരുടെ കണ്ണു തുറപ്പിക്കുവാണ് കേരള യൂത്ത് ഫ്രണ്ട് പ്രതീകാത്മക സമരം നടത്തുന്നത്. സമരത്തിൽ നിന്നും സമരോപാധികളിൽ നിന്നും രാഷ്ട്രീയ വിചക്ഷണർക്ക് പലതും വായിച്ചെടുക്കാം. ഇടതുപക്ഷത്തിന്റെ ചോരച്ചുകപ്പ്, തീവ്ര വലതുപക്ഷത്തിന്റെ കടും കാവി, അങ്ങനെ ഓ അതെന്തെങ്കിലും ആകട്ടെ. അരി വാങ്ങിച്ച് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ജനങ്ങൾ ഇനി കിഴങ്ങുവർഗത്തിലേക്ക് നീങ്ങണമെന്ന് മെസ്സേജ് കൊടുക്കുവാൻ, അല്ലെങ്കിൽ കേരള യൂത്ത് ഫ്രണ്ട് കിഴങ്ങുവർഗം കഴിച്ച് ജനങ്ങൾ ജീവൻ രക്ഷിക്കണമെന്ന്, ജീവൻ സംരക്ഷിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ്. ഓ പറഞ്ഞു കാട് കയറി. അത് പോട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. മഞ്ഞക്കടമ്പൻ സമരമുറകളെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ഇത് ചെറുത്. ഈ കപ്പ സമരം വളരെ ചെറുത്. ഇതിലും പൊളപ്പൻ സമരം ഇതിനു മുമ്പുണ്ടായിരുന്നു. അന്ന്, അതായത് തെരുവ് പട്ടികളുടെ ആ തേരോട്ടക്കാലത്ത്, അന്നായിരുന്നു മഞ്ഞക്കടമ്പൻ തെരുവിലിറങ്ങിയത്. അന്ന് പട്ടികളെ കൊന്നുതൂക്കിയ ആ സമരമുറയില്ലേ, അതോടെയല്ലേ നാട്ടിലെ പട്ടികളെല്ലാം പഞ്ചപാവങ്ങളായത്. കേരളത്തിലെ മുഴുവൻ ജംഗ്ഷനും പട്ടികളിൽ ചത്തു കിടക്കാൻ പോവുക. കാഞ്ഞിരത്തിന്റെ തൊലിയില് ഇറച്ചി വേവിച്ച് ഇനിയും ഞങ്ങൾ കൊല്ലും. ഇപ്പോൾ അങ്ങനെ തന്നെയാണ് കൊന്നിരിക്കുന്നത്. കോട്ടയം പട്ടണത്തിലെ തെരുവുനായ പ്രശ്നം മാത്രമാണോ മഞ്ഞക്കടമ്പൻ പരിഹരിച്ചത്? അല്ലേ അല്ല. ഇത്തരം ചെറുകിട സമരങ്ങൾ മാത്രമല്ല, രാജ്യത്തെ വിഴുങ്ങാനിരിക്കുന്ന ഭക്ഷണ ഫാസിസത്തിനെതിരായ സമരം ഓർമ്മയില്ലേ? ബീഫ് നിരോധിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിച്ച ആ സമരം, ആ കരച്ചിൽ സമരം. ഇവിടെ നമുക്കറിയാം ബ്രെഡിനോടൊപ്പം ബീഫില്ലാതെ ഇവിടുത്തെ യൂത്ത് ഫ്രണ്ടുകാർ, യുവാക്കൾ, അല്ലെങ്കിൽ ഇവിടുത്തെ കേരളീയർ എന്ന് ദുഃഖിക്കുന്നു. അവർക്ക് വേണ്ടി യൂത്ത് ഫ്രണ്ട് പ്രവർത്തകർ ഇവിടെ കരഞ്ഞുകൊണ്ട് പ്രതിഷേധം അറിയിക്കുകയാണ്. അയ്യോ നെഞ്ചടിച്ചു. മഞ്ഞക്കടമ്പൻ പുതിയ സമരമുറകളുമായി ഇനിയും വരും. പത്രത്തിൽ കണ്ടാണ് ആളെല്ലാവരും കൂടി ബഹളം വെച്ചിട്ട് മാറിപ്പോയില്ല. അവിടെ JCB-കാരനെ എല്ലാവരും വിളിച്ചു അതിനെ പേടിപ്പിച്ച് ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ അപകടം ഉണ്ടായി. ഇതല്ല, മൂന്നാറിലെ കാട്ടാന ശല്യത്തെക്കുറിച്ചാണ് മഞ്ഞക്കടമ്പൻ പറഞ്ഞു വരുന്നത്. മഞ്ഞക്കടമ്പൻ പറയുമ്പോൾ പൊളിമിക്സിന് തെല്ല് ഭയമുണ്ട്. പട്ടിശല്യം നേരിട്ടതുപോലെ ആനയെ തല്ലിക്കൊന്ന് തോളിലേറ്റി വനം വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന അടുത്ത സമരമുറയാണ് പൊളിമിക്സിന്റെ മനസ്സിലൂടെ പാഞ്ഞു പോകുന്നത്. അത് മനഃപൂർവ്വമാണ് ചെയ്തതായിട്ട് എന്റെ കാഴ്ചയിൽ തോന്നിയെന്ന് ഞാൻ പറഞ്ഞു. ഇനി മനഃപൂർവ്വമാണ് ചെയ്തതെങ്കിൽ പോലീസ് എന്നെ ബോധ്യപ്പെട്ടെങ്കിൽ കേസെടുക്കട്ടെ, അത് നമുക്ക് ആർക്കും എതിർപ്പില്ല.
അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മറ്റൊരു രീതി ചിന്തിക്കുക. ആരെങ്കിലും പറഞ്ഞില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ ഈ വിഷയം സംസാരിച്ച എന്നാണ് ആ കാട്ടാനെ ചവിട്ടിക്കൊന്ന സമയത്തും തന്നെ ഈ വിഷയത്തിൽ ഞങ്ങൾ പ്രതികരിക്കുന്നത് അത് അപ്പത്തിന് വേറെ ചില സാഹചര്യങ്ങളൊന്നും ഇല്ലെന്ന് അത് നടന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിപ്പോ ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പെങ്കൊച്ചിനെ വിലാംഗിയായ ഒരു പെങ്കൊച്ചിനെ ചവിട്ടിക്കൊന്നു അത് വായിക്കുമ്പോൾ നമ്മൾ പത്രം വായിക്കുമ്പോൾ എല്ലാവർക്കും മനസാക്ഷിയുള്ളവർക്കൊക്കെ ഒരു വിഷമം ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമായി ഞങ്ങൾ ഇത് പറഞ്ഞത്. ആ കൊച്ചിനെ ചവിട്ടിക്കൊന്നപ്പോൾ ഇവിടെ ആർക്കെതിരെയും കേസില്ല, ആരെക്കെതിരെ കേസെടുക്കാൻ പറ്റിയല്ലോ. കാലം ഇനിയും ഉരുളും, വിഷു വരും, ഓണം വരും, വില കൂടും, മഞ്ഞക്കടമ്പൻ പുതിയ പുതിയ സമരമുറകളുമായി ഇനിയും വരും. ഈ കരച്ചിലും പിഴിച്ചിലും കേട്ട് ഇനിയും നിൽക്കാനുള്ള മനക്കരുത്തില്ല. ബാക്കി ഇടവേളയ്ക്ക് ശേഷം.